നമസ്തേ, മെൻ്റർ ടെർമിനലിലേക്ക് സ്വാഗതം. നോക്കൂ, നമ്മൾ സമ്പത്തിൻ്റെ ലോകത്തെ യാത്ര തുടങ്ങിയിട്ട് കുറച്ചേറെ ദിവസമാകും. നാം ഇന്ന് വരെ കേൾക്കാത്ത പല കാര്യങ്ങളും ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് മനസ്സിൻ്റെ തലത്തിൽ പണത്തെ സമീപിക്കുന്ന കുറേ രീതികളെക്കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുസ്തകത്തിലെ ആശയങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ആ പുസ്തകം ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി റെഫർ ചെയ്തിട്ടുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ്, റോബർട്ട് ടി കിയോസാക്കി എഴുതിയ, സമ്പത്തിൻ്റെ ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിച്ച പുസ്തകം. എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ വിറ്റഴിഞ്ഞ പുസ്തകങ്ങളിലൊന്ന് റിച്ച് ഡാഡ് പുവർ ഡാഡാണ്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ മാറ്റുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായി എന്തുകൊണ്ട് ലോകത്ത് സമ്പന്നരായി ജനിക്കുന്ന 90% ആൾക്കാരും മരിക്കുമ്പോഴും സമ്പന്നരായി മരിക്കുന്നു, ഇടത്തരക്കാരായി ജീവിക്കുന്ന 90% ആൾക്കാരും മരിക്കുമ്പോഴും ഇടത്തരക്കാരായി തന്നെ ജീവിക്കുന്നു, പാവപ്പെട്ടവനായി ജനിക്കുന്ന 90% ആൾക്കാരും മരിക്കുമ്പോഴും പാവപ്പെട്ടവനായി തന്നെ. ഇത് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് അദ്ദേഹം ഒരു ക്യാഷ് ഫ്ലോ പഠിപ്പിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൽ. ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിലേക്ക് വരുന്ന പണം പുറത്തേക്ക് പോകുന്ന രീതികളെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഏതൊരാൾക്കും 4 തരം കാര്യങ്ങളാണ് ഈ പണം. ഒന്ന്, നമുക്ക് വരവ്. പണത്തിൻ്റെ കാര്യത്തിൽ വരവ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഇനി പണത്തിൻ്റെ കാര്യത്തിൽ ചെലവുണ്ട്. അതേപോലെ തന്നെ പണത്തിൻ്റെ കാര്യത്തിൽ ആസ്തിയുണ്ട്, ബാധ്യതയുമുണ്ട്. ഈ ആസ്തി ബാധ്യത എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മൾ മുൻ എപ്പിസോഡുകളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വരവിൽ നിന്നാണ് നമുക്ക് ബാക്കി എല്ലാത്തിലേക്കും പോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോഴും നല്ല ഡയറി എടുത്ത് ഇരിക്കണം. ഈ ചിത്രത്തിൽ കാണുന്ന ഈ ക്യാഷ് ഫ്ലോ നിങ്ങൾ ഒന്ന് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ കോളം കണ്ടോ, അതിൽ വരവാണ്. വരവ്, നമുക്ക് എല്ലാവർക്കും വരവുണ്ട്. ഈ വരവ് ചില വീടുകളിൽ മൾട്ടി ഇൻകം സോഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങളൊരു എംപ്ലോയി ആണെങ്കിൽ, നിങ്ങളുടെ ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ഇൻകം സോഴ്സ് ഉണ്ടാവും. ഇനി നിങ്ങൾ എന്തെങ്കിലും ചെറുകിട ബിസിനസ് അഡീഷണലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും മൾട്ടിപ്പിൾ ഇൻകം സോഴ്സ് ഉണ്ടാവും. അതല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വീടിൻ്റെ വരുമാന സ്രോതസ്സെങ്കിൽ ഒറ്റ ഇൻകം സോഴ്സേ ഉണ്ടാവുള്ളൂ. എന്തു തന്നെ ആയാലും ഒരു ഇൻകം സോഴ്സ് ഉണ്ടാവും. എല്ലാവർക്കും ഈ ഇൻകം സോഴ്സ് ഉണ്ടാവും. അത് തീരെ പാവപ്പെട്ടവനും ഉണ്ടാവും, അതിലിപ്പോൾ കൂലിപ്പണിക്ക് കിട്ടുന്ന കൂലിയായിരിക്കാം, ഇടത്തരക്കാരുണ്ടാവും, ഇനി അതല്ല സമ്പന്നനും ഉണ്ടാവും. സമ്പന്നനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരേ സോഴ്സിൽ നിന്ന് തന്നെ ഗംഭീര വരുമാനമോ അതോ ഇനി ഗംഭീര വരുമാനം തരുന്ന നിരവധി സോഴ്സുകളൊക്കെ അളവ് വ്യത്യാസം ഉണ്ടെങ്കിലും എല്ലാവർക്കും ഈ പറയുന്ന വരവ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾക്കിത് കറക്റ്റായിട്ടുണ്ട്. ഒന്നാമത്തെ കോളത്തിലേക്കുള്ള ഫ്ലോ കറക്റ്റായില്ലേ? വരവ്. ഇവിടെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്താണ് നിങ്ങളുടെ വരവ്. കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് ആവറേജ് ഓരോ മാസവും എത്ര രൂപയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്ത് അവിടെ എഴുതിയാൽ മതി. ഇതൊന്നും കൃത്യം കണക്ക് എനിക്ക് ഞാൻ 2 രൂപ കൂട്ടിയില്ലല്ലോ 10 രൂപ കുറച്ചില്ലല്ലോ, ഇതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചാനൽ നിങ്ങൾക്ക് അവയർനെസ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങളുടെ വരുമാന സ്രോതസ്സുകളിൽ നിന്നും കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് എത്ര വരുമാനം വന്നിട്ടുണ്ടോ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവറേജ് ഇൻകം കിട്ടും. ഇനി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. അത് ഫിക്സഡ് എമൗണ്ട് ആണ്. പ്രത്യേകിച്ച് ഇൻക്രിമെൻറ്റുകളോ അരിയേഴ്സോ ഒന്നും കിട്ടിയില്ലെങ്കിൽ എല്ലാ മാസവും കോമൺ ആയിട്ട് കൃത്യമായിട്ട് ഒരു തുകയായിരിക്കും കിട്ടുക. കണ്ടെടുത്താൽ പോലെ പാടൊന്നുണ്ടാവില്ല. ചെറുകിട ബിസിനസ്സുകാർക്ക് നിങ്ങൾക്ക് കണക്കെഴുതുന്ന ശീലം ഉണ്ടെങ്കിൽ ഇത് കണ്ടെടുത്താൽ വളരെ എളുപ്പമാണ്. ഈ കണക്കെഴുതുന്ന ശീലമില്ലെങ്കിൽ ഇത് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആവറേജൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് കാൽക്കുലേറ്റ് എടുക്കാൻ പറ്റും. സോ വരവിനെക്കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഈ വരവിൽ നിന്നാണ് ചെലവ് പോകുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതെന്നറിയുമോ, ഈ പാവപ്പെട്ടവന് ഈ വരവിൽ നിന്ന് ചെലവ് കഴിയുമ്പോൾ പിന്നെ മിച്ചമൊന്നും ഉണ്ടാവില്ല. നാം പാവപ്പെട്ടവരെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് എവിടെയെങ്കിലും ആയിട്ട് ലയബിലിറ്റീസ് ഉണ്ടാവും. അത് ചെറുതോ വലുതോ ആവാം. ചിലപ്പോൾ കുടുംബശ്രീയിൽ ചെറിയൊരു ലോണാവാം, അല്ലെങ്കിൽ ബാങ്കിലാവാം, ഇനി ബ്ലേഡ് കാർഡ് എടുക്കലാവാം, ഇപ്പോൾ എവിടെ കൂട്ടുകാർഡ് എടുക്കലാവാം, എവിടേക്കെന്ന് പറയേണ്ട ആവശ്യമില്ല. പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ EMI-യെക്കുറിച്ച് പറഞ്ഞ അവസ്ഥയിൽ ഞാൻ പറയുന്നുണ്ടാവും. നമ്മുടെ പുതിയൊരു ലോൺ നമ്മൾ എടുത്തു പോകുമ്പോൾ അതിലേക്ക് EMI കട്ടാവുമ്പോൾ നിങ്ങളുടെ ദൈനംദിന ചിലവുകളിൽ ഞെരുക്കൻ വരും എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും.
ഇല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. പക്ഷെ എന്തു തന്നെ ആയാലും ഈ വരവ് കഴിഞ്ഞിട്ട് ചെലവ് കഴിഞ്ഞിട്ട് മിച്ചമൊന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ലോണുകളിലേക്കൊന്നും അടയ്ക്കാൻ പറ്റില്ല. ആ താഴത്തെ കുളത്തിൽ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ആസ്തിയുണ്ട്, രണ്ട് ബാധ്യതയുണ്ട്. ഈ ബാധ്യത ഒഴിച്ചിട്ട് വേണ്ട ആസ്തി ഉണ്ടാക്കാൻ, അല്ലേ? അങ്ങനെയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുക. പക്ഷേ നമ്മുടെ ക്ലാസ് ഇതുവരെ കേട്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബാധ്യത ഉള്ളപ്പോഴും ആസ്തിയിലേക്ക് നമ്മളൊരു തുക മാറ്റി വെക്കുന്നുണ്ട്. സാധാരണ കോമൺ മനുഷ്യൻ ചിന്തിക്കുക ഇതെല്ലാം കഴിഞ്ഞിട്ട് സമ്പാദിക്കാനായിരിക്കും. അങ്ങനെയുള്ളവർ ഈ ചാനലിൻ്റെ ആദ്യ വീഡിയോകൾ കണ്ട് ആ തോട്ട് പ്രോസസ്സ് മാറ്റിയിട്ട് വേണം ഈ ക്ലാസ്സുകൾ കേൾക്കാനിരിക്കാൻ കേട്ടോ. എന്തു തന്നെയായാലും ഈ മിച്ചമൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആസ്തിയിലേക്കോ ബാധ്യതയിലേക്കോ ഇല്ല. വരവ് കഴിഞ്ഞു, ചെലവ് കഴിഞ്ഞു, തീർന്നു. ഇതാണ് തീരെ പാവപ്പെട്ടവർക്ക് സംഭവിക്കുക. എന്താ സംഭവിക്കുക? കുറേ നാൾ കഴിയുമ്പോൾ ഈ മാസം ആവർത്തിച്ച അതേ ക്യാഷ് ഫ്ലോ തന്നെ അടുത്ത മാസവും, അതിൻ്റെ അടുത്ത മാസവും, അടുത്ത വർഷവും, അതിൻ്റെ അടുത്ത വർഷവും, കുറേ വർഷം കഴിയും സെയിം ക്യാഷ് ഫ്ലോ. ബാധ്യതകൾ കൂടി വരും, ആസ്തിയൊന്നും ഉണ്ടാക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാവപ്പെട്ടവനായി ജനിച്ചു, പാവപ്പെട്ടവനായി മരിച്ചു. ഇനി ഇടത്തരക്കാരുടെ അവസ്ഥ എന്താ? നമുക്ക് ഈ ചെലവും കഴിഞ്ഞ് കുറച്ച് തുക മാറ്റിവെക്കാനുണ്ടാവും. അതെങ്ങോട്ടേക്കാണ് പോവുക? പലപ്പോഴും നമ്മുടെ ലയബിലിറ്റീസിലേക്കാണ് പോവുക. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് നമുക്കറിയാമല്ലോ, കയറിയാൽ വളരെ ധൈര്യപൂർവ്വം എവിടുന്ന് കടം കിട്ടും. കാരണം സാലറി സർട്ടിഫിക്കറ്റ് എന്നൊരു സാധനമുണ്ട്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം വന്നു കഴിയുമ്പോൾ നേരെ നമ്മുടെ ചിലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള ലയബിലിറ്റീസിലേക്ക് പോവും. ബുദ്ധിയുള്ളവരുണ്ട് കേട്ടോ, അവരെന്ത് ചെയ്യുന്നുണ്ടാവും? കുറച്ച് ആസ്തിയിലേക്കൊക്കെ മാറ്റി വെക്കുന്നുണ്ടാവും. പക്ഷേ ഇടത്തരക്കാർ മിക്കവാറും ഇടത്തരക്കാരായി സ്ഥിരമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ ആസ്തിയേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുക ഈ ലയബിലിറ്റീസ് ക്ലിയർ ചെയ്യാനായിരിക്കും. ആസ്തി എന്ന് കരുതി ലയബിലിറ്റീസ് വാങ്ങിക്കൂട്ടും. എന്താണ് ആസ്തി, എന്താണ് ലയബിലിറ്റി എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. അതാണ് നോക്കൂ, ഇതാണ് ഇടത്തരക്കാരൻ്റെ ക്യാഷ് ഫ്ലോ. ജീവിച്ചു പോകുന്നുണ്ടോ? ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ചാനലിൻ്റെ ലക്ഷ്യം പറഞ്ഞിട്ടില്ലേ, ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം, അതിലേക്കെത്തില്ല. സമ്പന്നൻ്റെ ക്യാഷ് ഫ്ലോ നോക്കൂ. അവനും എന്തുണ്ട്? വരവുണ്ട്, അവനും ചെലവുണ്ട്. എന്നാൽ അവൻ എന്ത് ചെയ്യുന്നു? ഈ വരവിൽ നിന്നും ഒരു തുകയെ, അവനും ലയബിലിറ്റി ഉണ്ട്. നിങ്ങൾ കരുതുന്നുണ്ടോ ഈ സമ്പന്നർക്ക് ലയബിലിറ്റി ഇല്ലയെന്ന്? ഈ ക്യാഷിൻ്റെ കളി കണ്ടാൽ നമ്മൾക്ക് ഞെട്ടലുണ്ടാക്കുന്ന ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിജയ് മല്യയെക്കുറിച്ച് പറഞ്ഞു. എന്താ വിജയ് മല്യ ചെയ്ത തെറ്റ്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടച്ചില്ല. അംബാനിക്ക് ലോണില്ലേ? ഈ അദാനിക്ക് ലോണില്ലേ? എല്ലാവർക്കും ലോണുണ്ട്. നിങ്ങൾ ഈ അതിസമ്പന്നം എന്ന് പറയുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുന്നുണ്ട്? ലോണുണ്ട്. അവരെന്താ ചെയ്യാന്നറിയോ? ആ ലോൺ എടുത്തിട്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ സുഖം തേടി പോവുക അല്ല ചെയ്യുക. ആ ലോൺ എടുത്തിട്ട് അവർ നിരവധി പ്രോജക്റ്റുകളിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ പ്രോജക്റ്റുകൾ എന്ത് ചെയ്യും? ഈ ബാങ്കിൽ ലോൺ അടയ്ക്കും. കുറേ കഴിയുമ്പോൾ ഈ പ്രോജക്റ്റുകളെല്ലാം ഇവർക്ക് സ്വന്തമായി മാറും. അതായത് അന്യൻ്റെ പണം കൊണ്ട് ഇവരിതെല്ലാം സ്വന്താക്കും. അവർ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അവർ ബുദ്ധിപൂർവ്വം കളിച്ചതാണ്. അവരെന്ത് ചെയ്തു? അവരെടുത്ത പണത്തെ അവർക്ക് വേണ്ടി പണിയെടുക്കാൻ വിട്ടു. പണം പോയി പണിയെടുത്തു, അവരുടെ ബുദ്ധി പോയി പണിയെടുത്തു, അവരുടെ ബിസിനസ് പോയി പണിയെടുത്തു, അവരത് സ്വന്തമാക്കി. നമ്മളോ ലോൺ എടുക്കുന്നു, വീട് വെക്കുന്നു, കാറ് വാങ്ങുന്നു. ഈ കാറിൻ്റെയും വീടിൻ്റെയും ലോൺ അടയ്ക്കാൻ നമ്മൾ പോയി പണിയെടുക്കുന്നു. നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നും രാവിലെ ബാങ്കുകാർ നമ്മോട് പറയും, ഉണർന്നെണീക്കൂ, നല്ലവണ്ണം പണിയെടുക്കൂ, ഞങ്ങളെ റിച്ചാക്കൂ. നമ്മൾ ബാങ്കിന് വേണ്ടി പണിയെടുക്കാൻ ജനിച്ചവരാണോ? അല്ല. അപ്പോൾ ഈ ക്യാഷ് ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കാൻ നിങ്ങളുടെ സമ്പത്തിൻ്റെ 1% നിങ്ങൾ മാറ്റിവെക്കണം. 9 മുട്ടയുടെ കഥ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? സോ ഇവിടെയാണ് ഈ സമ്പന്നൻ്റെ ക്യാഷ് ഫ്ലോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവന് ലയബിലിറ്റിയിലേക്ക് അവൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, അവൻ അതേപോലെ തന്നെ അസറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഈ അസറ്റ് പോയിട്ട് അവന് വീണ്ടും അത് വരുമാനം കൊടുക്കും. സോ നമ്മളുടെ ഇൻകം ഫ്ലോയിൽ ഈ ഒരു വട്ടം വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇത് നിങ്ങൾ ഡയറി എടുത്ത് വരച്ച് വെച്ചാലേ ശരിയാവൂ.
ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ വരവും നിങ്ങളുടെ ചെലവും ഇതിന് ശേഷം നിങ്ങൾ എങ്ങോട്ടേക്ക് പണം പമ്പ് ചെയ്യുന്നു, ഈ പമ്പ് ചെയ്യുന്ന പണത്തിൽ നിന്നും എത്ര സ്ഥലത്ത് നിന്ന് നിങ്ങളുടെ ഈ ആദ്യത്തെ കോളം കണ്ടോ, ആദ്യത്തെ കോളം വരവിൻ്റെ കോളത്തിലേക്ക് പൈസ വരുന്നുണ്ട് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. ഈ വരവിൻ്റെ കോളത്തിലേക്ക് നിങ്ങളുടെ ചെലവിൽ നിന്നും വരുമാനം വരാത്തിടത്തോളം കാലം നിങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഇരുന്ന് വരച്ച്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇത് വെറുതെ കണ്ടുപോകാനുള്ള ചാനലല്ല. നമ്മളുടെ കാര്യം നമ്മൾ നോക്കിയില്ലേ പിന്നെ ആര് നോക്കുന്നേ? ഒരു നല്ല ഡയറി വാങ്ങി, നല്ല നോട്ട്ബുക്ക് വാങ്ങി ഇന്നിരുന്ന് ഈ വീഡിയോ കണ്ട ശേഷം പോയി ബുക്ക് വാങ്ങുക, ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കുക, എന്നിട്ട് ഇരുന്ന് ഈ കോളങ്ങൾ വരച്ച് നിങ്ങളുടെ ഈ ക്യാഷ് ഫ്ലോ പാറ്റേണിനെ കുറിച്ച് മനസ്സിലാക്കുക. ഈ ക്യാഷ് ഫ്ലോ പാറ്റേൺ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സമ്പന്നൻ്റെ ക്യാഷ് ഫ്ലോ പാറ്റേണിലേക്ക് നിങ്ങൾ മാറ്റണം. അത് മാറ്റുന്ന സമയം മുതൽ നോക്കൂ, ഈ ചാനൽ നിങ്ങളെ ഒറ്റയടിക്ക് കോടീശ്വരനാക്കാനോ ഒന്നുമല്ല. ഇത് ലോട്ടറി എടുപ്പല്ല. ഒരു ശരാശരി മലയാളികൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പോക്കറ്റിൽ 2 ലോട്ടറി കുറി ഉണ്ടാവും. എന്നിട്ട് ഈ ലോട്ടറി അടിച്ച് നാളെ ഒരു സുപ്രഭാതത്തിൽ പ്ലേറ്റ് മറിച്ച് വെക്കുന്ന പോലെ നമ്മുടെ ജീവിതം മാറും. ജീവിതം അങ്ങനെ മാറില്ല. ജീവിതത്തിൽ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രവൃത്തിയിലൂടെ മാത്രമേ ജീവിതം മാറുള്ളൂ. നിങ്ങൾ സമ്പന്നത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സമ്പന്നർ ചെയ്യുന്ന പണി എന്താണെന്ന് നോക്കി അത് കോപ്പി അടിച്ചാലെങ്കിലും മതി, നമുക്ക് അതിലേക്കുള്ള യാത്രയിലേക്ക് എത്താൻ പറ്റും. സമ്പന്നർ അവരുടെ പണത്തെ ഇങ്ങനെയാണ് ചിലവഴിക്കുക. അവരുടെ ചിലവുകളും അവർക്ക് വരുമാനം കൊണ്ടുതരുന്നു. സോ നിങ്ങളുടെ ഈ ക്യാഷ് ഫ്ലോ അതിൻ്റെ രീതിയെക്കുറിച്ച് അവെയർ ആവുക. എന്നിട്ട് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് വരിക. നമുക്ക് പുതിയ വഴികൾ തിരിച്ചിങ്ങനെ വരവിലേക്ക് എങ്ങനെ നിങ്ങളുടെ ചിലവുകളെ കൊണ്ടെത്തിക്കാമെന്നൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നോക്കാം. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മെൻറ്റർ പ്രേംലാൽ. ചാനൽ എല്ലാവരിലേക്കും എത്തിക്കുമല്ലോ അല്ലേ? നന്ദി.